10,000-ഓളം ബ്രൈഡ്സിനെയൊക്കെ അണിയിച്ചൊരുക്കിയ ആളാണ്. കാവ്യച്ചിക്കും കൂടുതലും മേക്കപ്പ് ചെയ്യുന്നത് ഉണ്ണിയാണ്. മീനാക്ഷിക്കും മാമാട്ടിക്കുട്ടിയുടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടിന് മേക്കപ്പ് ചെയ്തതും ഇല്ലേ? ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവളുടെ ഫസ്റ്റ് മേക്കപ്പ് ചെയ്യണത് ഞാനാണല്ലോ. അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിലേ ഇഷ്ടമായിരുന്നു. ഇരുന്ന് തന്നായിരുന്നു. ഇപ്പോഴും മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ ഞങ്ങള് മേക്കപ്പ് ആർട്ടിസ്റ്റും ആർട്ടിസ്റ്റുമാണ്. കാരണം കാവ്യക്ക് ഭയങ്കര പെർട്ടിക്കുലറാണ്. കാരണം കാവ്യക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാവ്യയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും. പിന്നെ സ്വയം മേക്കപ്പ് ചെയ്യണ ആളാ. മീരാനന്ദനെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. ഐ മിസ് യു മോളെ. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര നീറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ബാഗ് കാണുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ. ഏറ്റവും എക്സ്പെൻസീവ് ആയ പ്രൊഡക്റ്റ് ചെയ്തായിരിക്കും ഇതിലിപ്പോ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിയോർ തന്നെയാണ്. ഏകദേശം എത്ര വരും? ഒരു ഫൗണ്ടേഷന് ഒരു 5,000 to 6,000 വരും. അപ്പൊ എങ്ങനെയാ മീനൂട്ടിനായിട്ടൊക്കെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ? മീനൂട്ടിനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് കാവ്യയുടെ കല്യാണത്തിനാണ്. ഞാൻ അന്ന് മീനൂട്ടിക്ക് മേക്കപ്പ് ചെയ്തേ. മീനൂട്ടിക്ക് മീനൂട്ടിതായ കാര്യങ്ങളും രീതികളും എല്ലാം ഉണ്ട്. ഇറ്റ്സ് വെരി ബ്രില്യൻറ്റ്. ഹലോ, എല്ലാവർക്കും വാരിച്ചും വീഡിയോയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ, നമുക്കൊക്കെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എല്ലാവർക്കും അത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. പക്ഷെ ഇദ്ദേഹം സ്വന്തമായിട്ടാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ആൻഡ് ഇപ്പോൾ ഇൻസ്റ്റയിലും എല്ലായിടത്തും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ്സിന് വേണ്ടി ആക്ടേഴ്സൊക്കെ ക്യൂ നിൽക്കുകയാണ്. സോ വെൽക്കം ചെയ്യാം ഉണ്ണി PS. ഹലോ, താങ്ക് യു സോ മച്ച്. വെൽക്കം. ഞാൻ ആദ്യം വന്നപ്പോൾ വിചാരിച്ചത് ഭയങ്കര ജാടയായിരിക്കും, ഭയങ്കര ഹെഡ് വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളായിരിക്കും. പക്ഷെ ഭയങ്കര പാവാട്ടോ, സോ സ്വീറ്റ് എന്നൊക്കെ. ഇപ്പം ഹെൽത്ത് ഓക്കെ, എല്ലാം പനിയാണ്. എന്നാലും ഒരുവിധം സെറ്റ് ആയിട്ടൊക്കെ പോകുന്നു അല്ലേ? ഓക്കെ. എന്താ പുതിയ പ്രൊജക്റ്റ് ഒക്കെ എന്താ ഇപ്പം എന്തെങ്കിലും വരാനുണ്ടോ? എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഷൂട്ട്സ് ഒക്കെ? എക്സൈറ്റിംഗ് ആയിട്ട് ഇനി കപ്പിൾ ഓഫ് ഷൂട്ട്സ് വരുന്നുണ്ട്. പിന്നെ ഒരു സെലിബ്രിറ്റി വെഡിങ് വരുന്നുണ്ട്. ഓക്കെ. എത്ര നാൾ ആക്ച്വലി ഈ ഒരു ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മേക്കപ്പ്? ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ തിങ്ക് ഒരു 10 years ആയിട്ടുണ്ട്. 10 years എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? ഇത് തന്നെ സെലക്ട് ചെയ്യണത് എന്തായിരുന്നു റീസൺ? മേക്കപ്പ് ചെയ്യണം ഇഷ്ടായിരുന്നു? ബേസിക്കലി ഞാൻ ചെറുപ്പം മുതൽ പഠിക്കുമ്പോൾ ഒരു ആർട്ട് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് എപ്പോഴും ആർട്ടിൽ തന്നെ ആയിരുന്നു താല്പര്യം. സോ അങ്ങനെ ഞാൻ എൻ്റെ ടു ലൈക്ക് ആർട്ട്. പക്ഷെ പ്രതീക്ഷിക്കാണ്ട് വന്നതാ മേക്കപ്പിലേക്ക്. ആക്സിഡന്റൽ ആയിട്ട് ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തോണ്ടിരുന്നേ. അതിന്റെ കൂടെ ഞാൻ മേക്കപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ സ്ലോലി എനിക്ക് അതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഞാൻ അതിലേക്ക് മോർ കോൺസെൻട്രേറ്റ് ചെയ്തു. അങ്ങനെ വന്നത്. അപ്പൊ ഈ വീടിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ സ്വയം ഐഡിയാസ് ആണല്ലേ? ഞാൻ കണ്ടു കാർപ്പറ്റ് ഒക്കെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട്. പല ആക്ട്രസിന്റെ ഫോട്ടോഷൂട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇദ്ദേഹത്തിന്റെ വീടാണ് അല്ലേ? ട്രാവൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന ഓരോ സാധനങ്ങളും. ഓക്കെ. എനിക്ക് തോന്നുന്നു ചെയ്ത മിക്ക ലുക്സും വൈറലും ആകാറുണ്ട്, സെലിബ്രിറ്റീസിന്റെ ഒക്കെ ആണെങ്കിലും. ഇപ്പം മീരാനന്ദന്റെ ഒക്കെ ലുക്കൊക്കെ ഭയങ്കര ഐക്കോണിക് ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയത് ഇപ്പം മീരയുടെ ഒക്കെ വെഡിങ് കഴിഞ്ഞ സമയത്തൊക്കെ? മീരയുടെ വെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിലൊരു വെഡിങ് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതൊന്നും നോക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫുൾ തിരക്കായിരുന്നു, ഫുൾ ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ വെഡിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം. സോ ആ സമയത്ത് അത് തിരക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞൊന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കാണ് പീപ്പിൾ സ്റ്റാർട്ട് ലൈക്ക് ഐ എം ചെക്കിങ് മൈ എല്ലാം ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാം നല്ല രീതിയിൽ വന്നതിൽ ഭയങ്കര സന്തോഷം. ഇപ്പം വിത്തൗട്ട് മേക്കപ്പ് ഭയങ്കര സുന്ദരിയായിട്ടുള്ള, എനിക്കറിയാൻ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആൻസർ ആയിരിക്കുന്നു, എന്നാലും വിത്തൗട്ട് മേക്കപ്പ് നല്ല ഭംഗിയുള്ള ഒരാളാരായിരിക്കും? ആ ആൾക്ക് മേക്കപ്പിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ആക്ട്രസ് ഉണ്ടോ? വിത്തൗട്ട് മേക്കപ്പ് എനിക്ക് തോന്നുന്നു എല്ലാ ആക്ട്രസിനെയും വിത്തൗട്ട് മേക്കപ്പ് കണ്ടിട്ടുള്ള ഒരാളല്ലേ? അതിലെ മമത ഭയങ്കര
വിത്തൗട്ട് മേക്കപ്പ് ഷീ ഈസ് വെരി പ്രിറ്റി. ആണോ? ഈ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞുകൊണ്ട് മാത്രം പറഞ്ഞാണ്, മമത ഷീ ഈസ് വെരി പ്രിറ്റി. വെരി പ്രിറ്റി. എനിക്ക് തോന്നുന്നു പല സെലിബ്രിറ്റി ഫാമിലീസിന്റെ കൂടെയും ഭയങ്കര ഒരു, ഇപ്പൊ മീര ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ്, ശ്രിന്ത ഭയങ്കര ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതിൽ തന്നെ നമ്മുടെ ദിലീപേട്ടന്റെ ഫാമിലിനായിട്ടും ഭയങ്കര ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ്. എനിക്ക് തോന്നുന്നു കാവ്യച്ചിക്കും കൂടുതലും മേക്കപ്പ് ചെയ്യുന്നത് ഉണ്ണിയാണ്. മീനാക്ഷിക്കും മാമാട്ടിക്കുട്ടിയുടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടിന് മേക്കപ്പ് ചെയ്തതും ഇല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞിനൊക്കെ മേക്കപ്പ് ചെയ്തപ്പോ? എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവളുടെ ഫസ്റ്റ് മേക്കപ്പ് ചെയ്യണ ഞാനാണല്ലോ. അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. കാരണം ഇരുന്നൊക്കെ തന്നോ? ഇരുന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിലേ ഇഷ്ടമായിരുന്നു. ഇരുന്ന് തന്നായിരുന്നു. ഇപ്പോഴും മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കല്ലേ. എനിക്ക് തോന്നുന്നു മാമാട്ടിക്കും കാവ്യച്ചിയുടെ സെയിം കണ്ണ് കിട്ടിയ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഐസ് അല്ലേ? ആ ഒരു സെയിം ഫീച്ചർ കറക്റ്റ് ആയിട്ട് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാ കാവ്യച്ചിനായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ? ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും നന്നായിട്ട് സ്വയം മേക്കപ്പ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് കാവ്യ മാധവൻ. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിൽ ഇതാണ്. കാരണം മേക്കപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റും ആർട്ടിസ്റ്റുമാണ്. കാരണം കാവ്യ നല്ല ഭയങ്കര പെർട്ടിക്കുലറാണ്. കാരണം കാവ്യക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാവ്യയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും. പിന്നെ സ്വയം മേക്കപ്പ് ചെയ്യണ ആളാണ്. അപ്പൊ ചില സമയത്ത് ഇപ്പൊ ഒരു ചെറിയൊരു മൈന്യൂട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി തന്നെ എന്നോട് പറയും, ഉണ്ണി ഇത് ശരിയായിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയും ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ശരിയാക്കിക്കോളാം. അങ്ങനെ ഓക്കെ. ആളും ഒറ്റയ്ക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ത് രസമായിട്ടാ കണ്ണെഴുതുന്നതൊക്കെ? എനിക്ക് തോന്നുന്നു കണ്ണൊക്കെയാണ് ആളുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു. അതെ തനിയെ നല്ല രീതിയിൽ ഐ മേക്കപ്പാണ് മെയിനായിട്ട് പുള്ളിക്കാരത്തി ചെയ്യാറ്. വേറെ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇടുന്നതിനേക്കാളും കണ്ണാണ് പുള്ളിക്കാരത്തി. അതെ. അപ്പം ഞാൻ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തരാം. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു നല്ല മെമ്മറി ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ. ഇതിലെ മെമ്മറി എന്ന് പറയുകയാണെങ്കിൽ ഈ വർക്കിന് ഞാൻ ചെല്ലുമ്പോഴേക്കും രാവിലെ ഞാൻ ചെല്ലുക ആലുവേല. അപ്പോൾ കാവ്യനെ വിളിച്ചിട്ട് ഞാനിപ്പോൾ എത്തും എന്ന് പറഞ്ഞിരിക്കുക. ഞാനപ്പോൾ അവിടെ എത്തി. ഞാൻ ഡിക്കി തുറക്കുമ്പോഴേക്കും അതിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും ഇല്ല. കാരണം എൻ്റെ അസിസ്റ്റന്റ് ഇതെടുത്ത് വീട്ടിൽ വെച്ച കാര്യം എന്നോട് പറഞ്ഞില്ല. സോ ഇത് കാറിലാണ് ഞാൻ വർക്ക് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ കാറിൽ തന്നെ കീപ്പ് ചെയ്യും. രാത്രി വന്നു കഴിഞ്ഞാൽ ഞാൻ പുറത്തെടുത്ത് വെക്കില്ല. പുള്ളിക്കാരൻ ഇതെടുത്ത് ഉള്ളിൽ വെച്ചാൽ എന്നോട് പറഞ്ഞില്ല. സോ പുള്ളി എൻ്റെ കൂടെ അന്നില്ല, വേറെ അസിസ്റ്റന്റിന്റെ കൂടെ ഉള്ള. തുറക്കുമ്പോൾ ഇതില്ല. പിന്നെ ഇവർ വന്നു, എന്തോ ഭാഗ്യത്തിന് അവിടെ ഷൂട്ട് ഡിലേ ആയി. അതുകൊണ്ട് സാധനം എത്തിച്ചു, വർക്ക് അടിപൊളിയായിട്ട് നടന്നു. അതാണ് ഇതിലെ മെമ്മറി. ഇതിപ്പം റീസെന്റ് ഓണം ഷൂട്ടായിരുന്നു. ലക്ഷ്യക്ക് വേണ്ടി ചെയ്ത ഷൂട്ടായിരുന്നു. ലക്ഷ്യയുടെ എല്ലാ വർക്കും ചെയ്യുന്നത് ഉണ്ണിയാണോ? അല്ല, ലക്ഷ്യയുടെ ഈ കാവ്യക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ഇപ്പം ദിലീപേട്ടനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഹോൾ ഫാമിലിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇപ്പൊ ഓൾറെഡി പറഞ്ഞു കാവ്യ ചേച്ചിനായിട്ടും ഭയങ്കര ഒരു ബ്രദർലി ഫീലാണ് ഇപ്പൊ ഇത്ര നാളം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, വർക്ക് എക്സ്പീരിയൻസിൽ. അപ്പൊ എങ്ങനെയാ മീനൂട്ടിനായിട്ടൊക്കെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ? മീനൂട്ടിനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് കാവ്യയുടെ കല്യാണത്തിനാ. ഞാൻ അന്ന് മീനൂട്ടിക്ക് മേക്കപ്പ് ചെയ്തേ. അതെ. പക്ഷെ അന്ന് മുതൽ മീനൂട്ടിക്ക് മീനൂട്ടിതായ കാര്യങ്ങളും രീതികളും എല്ലാം ഉണ്ട്. ഇറ്റ്സ് വെരി ബ്രില്യൻറ്റ്. അങ്ങനെ സോ അതിനുശേഷം ഞങ്ങൾ പിന്നെ സ്ലോലി ഞങ്ങൾ കമ്പനിയായി. അങ്ങനെ. എങ്ങനെയാ ഡെയിലി മെസ്സേജ് അയക്കുന്ന ഫ്രണ്ട്സ് ആണോ? ഡെയിലി ഞങ്ങൾ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും റീൽസ് അയക്കും. അത് എല്ലാ ദിവസവും അയക്കും. അപ്പൊ മീനാക്ഷിനായിട്ട് ഓൾറെഡി ഈ ഒരു കമ്പനി ഉണ്ട്. അപ്പം നമ്മുടെ മാമാട്ടീനായിട്ടും ആദ്യത്തെ ഫോട്ടോഷൂട്ടിന് മേക്കപ്പ് ചെയ്തു. ശരിക്കും ഒരു ഗുരു സ്റ്റാർട്ട് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്ത ഒരാളാണ്. അപ്പം കുട്ടീനായിട്ട് എങ്ങനെയുണ്ട് കമ്പനിയൊക്കെ? നല്ല കമ്പനിയാ. മാമാട്ടി ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഫോട്ടോസ് കാണുമ്പോഴേക്കും കാവ്യനോട് പറയും അമ്മയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ചും കൂടി വലുതായതിനു ശേഷം ഞാൻ ഇടയ്ക്ക് കാവ്യനെ ചിലപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാനായിരിക്കും ചിലപ്പോൾ മേക്കപ്പ് ചെയ്യണേ. ഞാൻ ചുമ്മാ കാണാൻ പോകും കാവ്യനെ. അപ്പോൾ ഞങ്ങൾ ഫുൾ എന്തെങ്കിലുമൊക്കെ അവൾ ചിലപ്പോൾ പിക്ചേഴ്സൊക്കെ വരപ്പിക്കും, ഞങ്ങൾ ഒരുമിച്ച് വരയ്ക്കും, ഞങ്ങൾ എന്തെങ്കിലും ഗെയിംസിൽ ഇൻവോൾവ് ആവും. ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അങ്ങനെ. ഇപ്പം ദിലീപേട്ടൻ പല ഇന്റർവ്യൂസിലും മാമാട്ടിന്റെ കുറെ കുസൃതികളൊക്കെ പറയാറുണ്ട്. ഇപ്പം ഏതോ ഒരു പടത്തിന്റെ
എന്താ പടം കണ്ടിട്ട് മാമാട്ടി പറഞ്ഞ എന്തോ ഡയലോഗൊക്കെ പറഞ്ഞത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര കുറുമ്പൊക്കെ ഉണ്ടോ ദിലീപേട്ടൻ പറയുന്നത്? ഏജിന്റെ എടുത്തിട്ടുള്ള എല്ലാ വെരി വെരി ആക്റ്റീവ് ഷേസ്, വെരി ബ്രില്യന്റ് ഓൾസോ ഷേസ്. ഓക്കെ, അടുത്ത ഫോട്ടോ കാണിച്ചു തരാം. ഇദ്ദേഹം കാണിക്കുന്നതിന് മുന്നേ ആളിപ്പം എന്താ പറയാ, എന്ത് പറഞ്ഞാലും വൈറലാണ്. പൊതുവെ ഓൺലൈൻ മീഡിയസിനേക്കാൾ പേടിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഓ നിഖില, ശരിക്കും കുറെ ഇത് വരാറുണ്ടോ, നിഖിലിനോട് ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും പേടിയാണ്, ലേഡി പൃഥ്വിരാജ് എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെ ഇതിപ്പം ചെയ്ത വർക്ക് അല്ലേ? അപ്പം നിഖിലിനെ കുറിച്ചൊരു മെമ്മറി. നിഖില ഈ പറഞ്ഞ പോലെ നിഖില വീട്ടിലൊരാളെ പോലെ തന്നെ. നിഖില ഇപ്പൊ ഷൂട്ടിന് വരികയാണെങ്കിൽ നമുക്ക് ഷൂട്ട് പോലെ അല്ല, രാവിലെ വീട്ടിൽ വരും, അമ്മയുടെ അടുത്ത് പോയി ഫുഡ് കഴിക്കും, ഞങ്ങൾ നേരെ മേളിൽ പോവും, മേക്കപ്പ് ചെയ്യും. മേക്കപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂറത്തെ കാര്യമുള്ളൂ. ഞങ്ങൾ എന്തായാലും സംസാരിക്കണതിൻ്റെ ഇടയിൽ കൂടി മേക്കപ്പും ചെയ്ത് അതിനിടെ തന്നെ ഷൂട്ടും തീർത്ത് ചിലപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി ചിലപ്പോൾ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒന്ന് ചില്ല് ചെയ്യും. അങ്ങനെ ശരിക്കും ഇന്റർവ്യൂസിൽ കാണുന്ന പോലെ ഭയങ്കര തഗ്ഗാണോ? ആ ഇന്റർവ്യൂസ് നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമ്മുടെ അടുത്ത് അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു അവസരമില്ലല്ലോ. നമ്മുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തഗ് പറയാനുള്ള ഒരു എത്ര ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മൊത്തം നിഖിലിനായിട്ട് മാത്രം? നിഖിലായിട്ട് ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ഒരു തമിഴ് ലുക്കാണ്, ഒരു ഒരു പച്ച സാരി കൊടുത്തിട്ട് ഒരു സാധനം ചെയ്തു. റീസെന്റ് ചെയ്തത് എന്റെ ബ്രാൻഡിന് വേണ്ടി തന്നെയായിരുന്നു, അതിനുവേണ്ടി തന്നെ ചെയ്തത് ഒരു ഓണം ഷൂട്ടായിരുന്നു. ഞങ്ങളുടെ ഓണം കളക്ഷന് വേണ്ടി നിഖില ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ നിങ്ങൾ എങ്ങനെയാണ് ആദ്യം കമ്പനി ആയത് എന്ന് മുതലുള്ള കഥകൾ ഞങ്ങൾക്ക് അറിയണം. ഓക്കെ, സുപ്രിയ. സുപ്രിയ മാം, സുപ്രിയ എപ്പോഴും എന്നെയാണ് മേക്കപ്പിന് എന്നെ വിളിക്കാറുണ്ട് എപ്പോഴും. ലൈക്ക് ഷീ റിയലി ലൈക്ക് മൈ വർക്ക്. അങ്ങനെ എങ്ങനെയാ ഒരു കമ്പനി ആയത്? കാരണം ഇപ്പം പൃഥ്വിരാജ് ആണെങ്കിലും സുപ്രിയ ആണെങ്കിലും ഒക്കെ നമ്മള് ഭയങ്കര കൂടുതലും കുറച്ചുകൂടി റെസ്പെക്റ്റോടുകൂടി കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എങ്ങനെയാ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൂടി എല്ലാം അല്ലേ കണ്ടോണ്ട്, ഞാനും തുടക്കത്തിൽ അങ്ങനെ തന്നെ വിചാരിച്ചത്. പക്ഷെ 1-2 വർക്ക് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരത്തി പെട്ടെന്നല്ല ആരോടും അങ്ങനെ പോയി കമ്പനി ആവുന്നൊരു ആളല്ല. സോ 1-2 വർക്ക് കഴിഞ്ഞപ്പോഴേക്കും ഷീ ഗോ ടു നോ മീ, ഐ ഗോ ടു നോ ഹർ. ഷീ ഈസ് വെരി കൂൾ. എല്ലാത്തിനും പുള്ളിക്കാരത്തിക്ക് എല്ലാത്തിനോടും അപ്രോച്ചസ് ലൈക്ക് വെരി ലൈക്ക് ഓക്കെ, ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള അപ്രോച്ചും കാര്യങ്ങളൊക്കെയാണ്. ഷീ ഈസ് വെരി വെരി നൈസ്. ടു മീ ലൈക്ക് ഷീ ഈസ് വെരി നൈസ്. നെക്സ്റ്റ് പ്രിയ. ഓക്കെ, പ്രിയയായിട്ട് ഞാൻ കൂടുതൽ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഷൂട്ട്സാണ് പ്രിയയായിട്ട് ചെയ്യണേ. പിന്നെ പ്രിയനെ സംബന്ധിച്ചോളം നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചേഴ്സ് ആണ്. ഒരു ശരിക്കും നല്ലൊരു മോഡൽ ഫിഗറാണ് പ്രിയക്ക്. എല്ലാം ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡിയും ഫേസുമാണ് പ്രിയക്ക്. നെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്, പക്ഷെ ഓരോരുത്തരെ കുറിച്ചും പറയണോ? നസ്രിയ, ശ്രിന്ദ. ആന ഈ പറഞ്ഞ പോലെ ആനു എൻ്റെ നല്ല ക്ലോസ് ഫ്രണ്ടാ. നസ്രിയയുടെ ഫ്രണ്ട് ഫിദ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. ഷീ ഈസ് വെരി ക്ലോസ് ടു മീ. അപ്പോൾ ഫിദയുടെ കല്യാണത്തിന് വെച്ചാണ് ഞാൻ അച്ഛനും മീറ്റ് ചെയ്യണത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അതിനുശേഷം എന്നെ ഒരുപാട് ഷൂട്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തി. അതുകൊണ്ട് പിന്നെ മീരയുടെ മെഹന്തി പരിപാടി വീട്ടിലായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നു, ഞങ്ങൾ കമ്പനി അന്ന് ഞങ്ങൾ ഫുൾ തകർത്തു. പിന്നെ കല്യാണം, സംഗീത്, ഹൽദി എല്ലാ പരിപാടിക്കും ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചില്ല പുള്ളിക്കാരി ആണല്ലേ? അതെനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയുടെ ആ ഒരു വൈബ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര പൊതുവെ പബ്ലിക് ഇവന്റ്സിലൊന്നും അധികം കാണാറില്ല, പക്ഷെ കണ്ടാൽ ആ വീഡിയോയിൽ ആളെപ്പോഴും ഭയങ്കര ഇങ്ങനെ ചിൽ ബബ്ലി ആയിട്ടിരിക്കുന്നു, കുഞ്ഞിപ്പിള്ളേരെ പോലെ. ഓക്കെ, ശ്രിന്ദ ഈ പറഞ്ഞ പോലെ വീട്ടിലൊരാളെ പോലെ തന്നെ എല്ലാ ദിവസവും വീട്ടിൽ വരും. വീട്ടിൽ തന്നെ അടുത്ത് തന്നെ താമസിക്കുന്നത്. അങ്ങനെ ഓക്കെ, അവർക്ക് ഒരു ഫാമിലി ആയിട്ട് നിൽക്കുവാണ് അല്ലേ? ഇപ്പം ലാസ്റ്റ് വൺ ഭാവനയായിട്ട് ഭയങ്കര കമ്പനി. അതെ, ഭാവനയായിട്ട് കമ്പനിയാണ്. ഈ പറഞ്ഞ പോലെ ഭാവനയുടെ ഹൽദി ഫംഗ്ഷനാണ് എന്നെ വിളിക്കുന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഷീ സ്റ്റാർട്ട് കോളിങ് മീ ഫോർ ലൈക്ക് സോ മെനി വർക്ക്സ്. അങ്ങനെ ആളും ഈ പറഞ്ഞ പോലെ നസ്രിയയുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര ബബ്ലി, കോമഡി ഒക്കെ പറഞ്ഞിട്ടുള്ള. അതെ, എനിക്ക് തോന്നുന്നു ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ഒരാളും കൂടിയാണ് ഭാവന. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് നാളായി, എന്നാലും ഷീ ഈസ് വെരി കൂൾ.
അപ്പം ഈ ഒരു ചെറിയൊരു മെമ്മറി ടാസ്ക് ആയിരുന്നു. ഇനി നമ്മൾ ബാക്ക് ടു ഇന്റർവ്യൂയിലേക്ക് വരുമ്പോഴേക്കും ഇപ്പം കുറേ ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ഡ്രീം ഉണ്ടാവില്ല, എനിക്ക് ഈ ആളെ ഒന്ന് മേക്കപ്പ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാരാ? ഞാനത് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. നയൻതാരക്കാണ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്. എന്താ റീസൺ? എന്താ നയൻതാരക്ക് ചെയ്യണം? റീസൺ ഐ ഫീൽ ലൈക്ക് ഷീസ് എ സൂപ്പർ സ്റ്റാർ. എല്ലാരും പറയുന്നത് എവിടെ നിന്ന് തുടങ്ങി ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചാൽ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്, സോ ഹൗ ഷീസ് ക്യാരിങ് ഹെർ സെൽഫ് ഈസ് ലൈക്ക് ഭയങ്കര അടിപൊളി. അതെ അതെ, ആൾക്കൊരു ഐക്കോണിക് മേക്കപ്പ് ലുക്ക് തന്നെ ഉണ്ട്. ആ ഒരു സ്മോക്കി ഐസ് എന്ന് പറയുന്നത് ഈ നയൻതാര ഒരുപാട് ലൈക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോഴും നയൻതാരയുടെ ലുക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതല്ലേ. ഈവൻ ലൈക്ക് ഷീ ഓൺലി മെയ്ഡ് ലൈക്ക് ഈ ഐബ്രോസ് ആണെങ്കിൽ കൂടി ലൈക്ക് ആദ്യം തിൻ ഐബ്രോസ് അത് ട്രെൻഡിങ് ആക്കിയത് നയൻതാര. അത് കഴിഞ്ഞിട്ട് തിക്ക് ഐബ്രോസ് ട്രെൻഡിങ് ആക്കിയത് അത്, പിന്നെ സ്മോക്കി ഐസ്, ഹെയർ സ്റ്റൈൽസ്, ഒരുപാട് അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പരിപാടികൾ നയൻതാര കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ സപ്പോസ് നയൻതാരേന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കിട്ടി, പോയി ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഞാൻ ഓൾറെഡി നയൻതാരനെ മീറ്റ് ചെയ്തപ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എയർപോർട്ടിൽ വെച്ചാൽ മീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്കിത് ഞാൻ ഇന്റർവ്യൂയുടെ തംബ്നെയിൽ എന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ. ഷീസ് സോ ഹാപ്പി, ഷീസ് ലൈക്ക് ഓക്കെ താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞ്. ആ സമയത്ത് പുള്ളിക്കാരത്തി അച്ഛന് വയ്യാണ്ട് പുള്ളിക്കാരത്തി ട്രാവൽ ചെയ്യായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റില്ല. പുള്ളിക്കാരത്ത് ഡെഫിനറ്റ്ലി ഷീ ഈസ് നോട്ട് ഇൻ അങ്ങനത്തെ ഒരു മെന്റൽ സ്റ്റേജ്. സോ ഐ ജസ്റ്റ് ഷോഡ് ഹർ. ഷീ ലൈക്ക് പൊളൈറ്റ്ലി ലൈക്ക് സെഡ് ലൈക്ക് സോ ഹാപ്പി ഫോർ യു എല്ലാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓക്കെ. അപ്പം എത്രയും പെട്ടെന്ന് ആ ഒരു ചാൻസ് കൂടി വരട്ടെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ബാംഗിൾസ് ഇട്ടിട്ടുണ്ട്, അതിൽ കുപ്പിവളകൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു വീണ്ടും ട്രെൻഡായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം റീസെന്റ് ഓണത്തിന് ജ്വല്ലറീസ് വാങ്ങാൻ പോയപ്പം ഞാൻ നോർമലി മെറ്റാലിക് സാധനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ചേച്ചി കുപ്പിവളയാണ് ഇപ്പൊ ട്രെൻഡ്. കുപ്പിവളയോ ഇപ്പഴാ? അപ്പൊ നോക്കുമ്പോ ഉണ്ണിയും കയ്യിലിട്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലേ? എൻ്റെ അടുത്ത് ജ്വല്ലറി ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ഓൾവേസ് കളക്ട്. ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ജ്വല്ലറി കളക്ട് ചെയ്യും. ഓക്കെ, അതൊന്ന് കാണിക്കാനല്ലേ? ഒന്ന് ശരിക്കും കാണിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇതിനിടയിൽ ഞാനൊരു വാച്ച് കൂട്ടുന്നുണ്ട്, ഒരു വിന്റേജ് വാച്ച്. സോ ബേസിക്കലി ഇപ്പൊ എല്ലാം വിന്റേജ് എല്ലാം ബാക്ക് ടു ലൈക്ക് ഫാഷൻ വരും. സോ ഓക്കെ. ഇപ്പം നമ്മൾ സെലിബ്രിറ്റി ബ്രൈഡ്സിനെ കുറിച്ച് പറഞ്ഞു. ടോട്ടൽ എത്ര മണവാട്ടിമാര് ഒരുക്കിയ കൈകളാണത്? അത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ. കാരണം ഞാൻ ഇതുവരെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. ഏകദേശം ഒരു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള എത്ര ഉണ്ടാവുമായിരിക്കും? ഒരു 1000 ഒക്കെ ഉണ്ടാവും. 1000 എന്തായാലും ഉണ്ടാവും. അതിൽ കൂടുതലാവാനാ ചാൻസ്? ഡെഫിനറ്റ്ലി ഒരു ഓൾമോസ്റ്റ് ഒരു 2000, ചിലപ്പോൾ ഒരു 10,000 ഉണ്ടായിരിക്കണം. ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിയാ, ഇത്രയും ആൾക്കാരെയൊക്കെ വിചാരിക്കും ഇത് തള്ളാണ്. ഇപ്പം 10,000-ഓളം ബ്രൈഡ്സിനെയൊക്കെ അണിയിച്ചൊരുക്കിയ ആളാണ്. ആദ്യമായിട്ട് അണിയിച്ചൊരുക്കിയ ആ ഒരു മണവാട്ടി ആരാന്ന് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഞാൻ ചെയ്തത് എന്നെ സുംന എന്ന പുള്ളിക്കാരത്തിന്റെ പേര്. അമ്മു ചേച്ചി എന്ന് വിളിക്കും വീട്ടില്. അമ്മു ചേച്ചി എന്റെ ട്യൂഷൻ ടീച്ചറായിരുന്നു. എന്നെ പ്ലസ് ടു എന്നെ ജയിപ്പിച്ചത് പുള്ളിക്കാരത്തിയാ. അപ്പൊ പുള്ളിക്കാരത്തിക്കായിരുന്നു ഞാൻ ആദ്യം. പുള്ളിക്കാരത്തിയായിരുന്നു എന്റെ ആദ്യത്തെ ബ്രൈഡ്. ഓക്കെ. അമ്മു ചേച്ചിന്റെ ഒരു സ്പെഷ്യൽ ആണ്. കാരണം ഇത്രയും ബ്രൈഡ്സിനെ അണിയിച്ചൊരുക്കിയ ആളുടെ ആദ്യത്തെ ബ്രൈഡാണ് അമ്മു ചേച്ചി അല്ലേ? ഓക്കെ. ഇപ്പം കുറെ സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്കൊരു ഗ്യാങ് തന്നെ ഉണ്ട് അല്ലേ? ഇപ്പൊ മീരയുടെ വെഡിങ്ങിന്റെ സമയത്ത് കണ്ടിരുന്നു നിങ്ങളുടെ മറ്റേ ഡാൻസ് പ്രാക്ടീസും. നസ്രിയുടെ ഒക്കെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സെലിബ്രിറ്റി ഫ്രണ്ടിനൊന്ന് വിളിക്കണം. എന്നിട്ട് ഒന്നും പറയണ്ട, ജസ്റ്റ് ഒന്ന് വിളിക്കുക, എന്നിട്ട് ഐ മിസ് യു എന്ന് പറയാം. അപ്പൊ അവിടെ നിന്ന് അവരെന്താണ് റിപ്ലൈ പറയുന്നത് നമുക്ക് കേൾക്കാം. ആരെ വിളിക്കുന്നേ? മീരനെ തന്നെ വിളിക്കാം. ഓക്കെ. 1 മണി ഞാൻ വിളിച്ചു നോക്കാം. മീരാനന്ദനെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. ഞെട്ടോ ഐ മിസ് യു എന്ന് പറയുമ്പോ? ഇല്ല അല്ലേ? ഞങ്ങളൊക്കെ സ്വാഭാവികം. കേട്ടു. അവിടെ നിന്ന് ഐ മിസ് യു ടു എന്ന് പറയും. Hello. Hi. Hi, how are you? Great. I miss you, Mola. I miss you too, Uni.
ഞാൻ ഇവിടെ വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂലാ, അപ്പോൾ അവർ എന്നോട് വിളിക്കാൻ പറഞ്ഞു, അങ്ങനെ വിളിച്ചതാ. അവരെന്നോട് പറഞ്ഞു വിളിച്ചിട്ട് മിസ് ചെയ്യൂ എന്ന് പറയാൻ. സാധാരണ മോളല്ലേ അത് എല്ലാവരുടെ പറയാറ്. അതെ. ഞാൻ ഇവിടെ ആങ്കർ ഉണ്ട്, ആങ്കറിന് കൊടുക്കാമേ. ഹായ് ചേച്ചി, ഞാൻ മസ്താനിയാണ്. ഹായ്, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കണോ? ഇവിടെ എല്ലാം നശിപ്പിച്ചു. അല്ല, ഇവിടെ ഉണ്ണി എല്ലാം നശിപ്പിച്ചു. നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അയ്യോ, ഞാനും നശിപ്പിച്ചു, സോറി. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര ഫണ്ണായിരുന്നു. ദുബായിലല്ലേ ഇപ്പം? വർക്കൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോണോ? ഇടയ്ക്ക് ലണ്ടനിൽ പോയായിരുന്നു അല്ലേ? പോയിരുന്നു. ഓക്കെ. ഹസ്ബൻഡ് എന്താ പറയുന്നു? സുഖമായിട്ടിരിക്കണോ? ഓക്കെ ചേച്ചി, അപ്പം താങ്ക് യു. നമ്മള് ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, എന്നാലും താങ്ക് യു. ഞാനും ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, സോറി. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ താങ്ക് യു. ആ, സുഖമായിട്ടിരിക്കണോ? ഞാൻ ഉണ്ണി കൊടുക്കാം. ശരി മോളെ, അപ്പോൾ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ട് വരും. ഓക്കെ, ബൈ. ഇപ്പം കുറെ ആക്ട്രസുകളെയൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ഉണ്ണീനെ, അതായത് ഇപ്പൊ പ്രിയ ആണെങ്കിലും നിഖില ആണെങ്കിലും അവർക്കൊക്കെ കുറെ ഫാൻസ് ഉള്ള ഒരു ആൾക്കാരാണ് മേക്കപ്പ് ചെയ്യുന്നത്. പക്ഷെ താങ്കൾക്ക് കുറെ ഫാൻസ് ഉണ്ടല്ലോ, ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും. അപ്പൊ എങ്ങനെയാ, ഫാൻസ് മെസ്സേജസ് വരാറുണ്ടോ? ഫാൻസ് പ്രപ്പോസ് ചെയ്യാറുണ്ടോ? അങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ ഇൻസ്റ്റയിലൊക്കെ? മെസ്സേജസ് ഒക്കെ ഒരുപാട് വരാറുണ്ട്. ഞാൻ അതിനെങ്ങനെ ഫിൽറ്റർ ചെയ്യും. ലൈക്ക് ബേസിക്കലി എൻ്റെ പ്രൊഫൈല്, വർക്ക് പ്രൊഫൈലും എൻ്റെ പേഴ്സണൽ പ്രൊഫൈലും സെപ്പറേറ്റ് ഉണ്ട്. പക്ഷെ വർക്ക് പ്രൊഫൈലാണ് കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ഞാൻ മാക്സിമം മെസ്സേജ് ചെയ്യാൻ നോക്കും. പിന്നെ ക്രീപ്പി മെസ്സേജസ് ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്യേണ്ട തന്നെ ഓപ്പൺ ചെയ്യുന്ന ഞാൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്താലാണല്ലോ അത് ഇതാവുള്ളൂ. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യാണ്ട് ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും പ്രപ്പോസൽസ് ഒക്കെ ഓർമ്മയുണ്ടോ വന്നത്? അങ്ങനെ എന്തൊക്കെയോ വരാറുണ്ട്. എന്താ വരുന്നേ? നാണം വരുന്നു, നേരം കാണാത്ത നാണൊക്കെ വരുന്നു. ഇല്ല, പീപ്പിൾ മെസ്സേജ് ലൈക്ക് ബിഗ് ഫാൻ ഓഫ് യു എന്ന് പറഞ്ഞാൽ ചിലപ്പോ തുടങ്ങുന്നേ. അങ്ങനെ അത് കഴിയുമ്പോ ചേട്ടനോട് എനിക്ക് ക്രഷ് ഉണ്ട് അങ്ങനെയൊക്കെ വരാറില്ലേ? മെസ്സേജ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ റിപ്ലൈ കൊടുക്കാറുണ്ട് ഫാൻസിനൊക്കെ? റിപ്ലൈ കൊടുക്കാറുണ്ട്. നല്ല മെസ്സേജസ് കാണാനില്ലേ, ഉറപ്പായിട്ടും റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ. ഇനിയിപ്പോ ഫാൻസ് കാത്തിരിക്കുന്ന ആ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. എന്താണ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്? സിംഗിൾ ആണോ, മിംഗിൾ ആണോ, റെഡി ടു മിംഗിൾ ആണോ? സിംഗിൾ ആണ്. സിംഗിൾ ആണ്. അതെന്താ? അതെന്ത് ചോദ്യം? അങ്ങനെയല്ല. ഓക്കെ, ഇതോടെ നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരിക്കുന്നു. എന്താ ലൈക്ക് നോട്ട് റെഡി ടു മിംഗിൾ ആണോ? റെഡി ടു മിംഗിൾ. റെഡി ടു മിംഗിൾ. ഓക്കെ. എന്താ കല്യാണം പ്ലാൻസ് എന്താ? കുറെ ബ്രൈഡ്സിനെ മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. സ്വന്തമായിട്ട് ഇനി എപ്പോഴാണ് അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ പോണ ഒരാളാണ്. ലൈക്ക് പിന്നെ അതുപോലെ തന്നെ കല്യാണത്തിനോട് ഭയങ്കര വലിയൊരു ആ ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് വലിയൊരു ഇതില്ലാത്തൊരാളാണ്. കാരണം അത് ഇപ്പൊ ഒരാളെ നമ്മള് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ, ഒരു പാർട്ട്ണർ. അതെ, അതാണ് എനിക്ക് താല്പര്യം. ലീഗലി നോട്ട് എഗെയിൻസ്റ്റ്, പക്ഷെ എന്നെ സംബന്ധിച്ചോളം നിർബന്ധമില്ല കല്യാണം എന്നുള്ള ഒരു സാധനത്തിനോട്. അതെ അതെ. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ, അല്ലാത്തവർക്ക് വേണ്ട. ഓക്കെ. അതായത് ഒരു പാർട്ട്ണറിനെ വേണമെങ്കിൽ നമ്മള് കല്യാണം ആ ഒരു പ്രോസസ്സിന്റെ ആവശ്യമില്ല. ഓക്കെ ഗൈസ്, സോ നമ്മൾ നോർമലി വാട്ട്സ് ഇൻ മൈ ബാഗ് കാണാറുണ്ട്. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗ്, അത് നമ്മുടെ ഉണ്ണിയുടെ മേക്കപ്പ് ബാഗിനുള്ളിൽ എന്താണ്, എന്തൊക്കെ ലക്ഷറി ഐറ്റംസ് ആണെന്നൊക്കെ നമ്മൾ ഇന്ന് കാണാൻ പോവാണ്. റെഡിയാണോ? ഓക്കെ. അപ്പൊ ഇതാണ് ഉണ്ണിയുടെ മേക്കപ്പ് ബാഗ്. നല്ല ബ്ലാക്ക് കളറില് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇപ്പോഴത്തെ തുറക്കൂ ഐശ്വര്യമായിട്ട്. കണ്ടോ? ഇനി ഞാൻ ആ ഡയലോഗ് വരട്ടെ. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര നീറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ബാഗ് കാണുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ, വെൽക്കം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷാ. ഇത് ഏരിയൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് പൗഡർ ബ്രഷ് ആണോ? ഇത് പൗഡർ ബ്രഷാണ്. ഓക്കെ. ഈ ബാഗാണോ നോർമൽ വർക്കിന് കൊണ്ടുപോകുന്നത്? ഈ ബാഗിനെ നോർമൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രം, കുറേ ഉണ്ട്, കുറച്ച് സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നതാണ്. ബാഗ് തന്നെ കൊണ്ടുപോകാറ്. ഓക്കെ, ശരി. ഫസ്റ്റ് ഐറ്റം പൗഡർ ബ്രഷ്
പക്ഷേ ഈ 2 പ്രൊഡക്ഷൻ റീസെന്റ് മേടിച്ചതാ. ഇപ്പൊ ലണ്ടനിൽ നിന്നപ്പോഴേക്കും കൈലിയുടെ ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും പിന്നെ അവരുടെ തന്നെ മസ്കാരയും. എനിക്ക് നല്ല നല്ല ഷെയ്ഡും ആയിരുന്നു, നല്ല ടെക്സ്ചറും ആയിരുന്നു. മസ്കാര ആണെങ്കിൽ നല്ല വോളിയം കിട്ടുന്നതായിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു, മേടിച്ചതാ. സജസ്റ്റ് ചെയ്യുന്നുണ്ടോ വ്യൂവേഴ്സിന്? ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, യൂസ് ചെയ്ത് തുടങ്ങിയാലേ എനിക്കിത് പറയാൻ പറ്റും. അടിപൊളി. അടുത്തത് പിന്നെ പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ ആണെങ്കിൽ ഞാൻ ഡിയോർ യൂസ് ചെയ്യുന്നുണ്ട്, ഡിയോറിൻ്റെ ഫൗണ്ടേഷൻ. പിന്നെ ഇപ്പം റീസെൻ്റ്ലി ഞാൻ മേടിച്ചാണ് മേക്കപ്പ് ഫോർ എവർ. പിന്നെ ഞാൻ യൂസ് ചെയ്യാറ് ടു ഫേസിൻ്റെ കൺസീലർ. പൗഡർ വന്നിട്ട് ലോറ മെർസിയ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫേവറേറ്റ് ആയിട്ടുള്ള ഇത് ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ ഫേവറേറ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ സ്ഥിരം യൂസ് ചെയ്യുന്നത് ടു ഫേസിന്റെ കൺസീലർ, ടു ഫേസിന്റെ യൂസ് ചെയ്യണേ. ഫൗണ്ടേഷൻ വന്നിട്ട് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് ഫോർ എവർ. യെസ്. പിന്നെ ഡിയോറും. യെസ്. ഈ 2 ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഫേവറേറ്റ്. അടുത്തത് പിന്നെ വന്നിട്ട് പ്രൈമറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഷാർലറ്റ് ടെലിബ്രിയുടെ മാജിക് ക്രീം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റർ വന്നിട്ട് ഡിയോറിന്റെ ഹൈലൈറ്റർ പാലറ്റ്. കൂടുതലും ഡിയോറിന്റെ ആണോ? ഡിയോർ എനിക്ക് ഇഷ്ടമുള്ള. പിന്നെ അതുപോലെ തന്നെ ഡിയോറിന്റെ ബ്ലഷ് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. നല്ല ഷെയ്ഡാണ്. പിന്നെ വന്നിട്ട് കോണ്ടോറിന് യൂസ് ചെയ്യുന്ന ഫെൻറ്റി ബ്യൂട്ടി. ഇറ്റ്സ് റിയലി നൈസ്. എല്ലാം ഹൈ എൻഡ് ബ്രാൻഡ്സ് ആണ്. പിന്നെ ഐ ഷാഡോ പാലറ്റ് ഞാൻ മേക്കപ്പ് ബൈ മാരിയോ എന്ന് പറഞ്ഞൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. ആക്ച്വലി മിക്ക ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് ഷെയ്ഡ്സ് എല്ലാം ഉണ്ടതില്. ഐ ഷാഡോ ഷെയ്ഡ്സ് അല്ലേ? അതെ, എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാ കളേഴ്സും ഉണ്ട് അതിൽ. പിന്നെ വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ലിപ്സ്റ്റിക്സ് പറയുകയാണെങ്കിൽ ലിപ്സ്റ്റിക്ക് കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അനസ്തേഷ്യ, അർമാനി, മേക്കപ്പ് ബൈ മാരിയോ, പിന്നെ ഈ പറഞ്ഞ പോലെ സെഫോറ, ഫെൻറ്റി, ഇതൊക്കെയാണ്. എല്ലാ ന്യൂഡ് ഷെയ്ഡ്സ് ആണ് കൂടുതലും ഇഷ്ടം. ഈ ഫെൻറ്റി ആണ് റെഡ് ഷെയ്ഡാ. വെരി പോപ്പുലർ ഷെയ്ഡ് ഫെൻറ്റിയുടെ. ഇതൊരു ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് റെഡ് ഷെയ്ഡാണത്. റിഹാന പോപ്പുലർ ആക്കിയ ഷെയ്ഡാണ്. റിഹാനയുടെ. ഓക്കേ. And I really love റിഹാന. ഫാൻ ആണല്ലേ? ഭയങ്കര വലിയ ഫാൻ. ഓക്കേ. ഈ ഷെയ്ഡ് വന്നിട്ട് ഫെൻറ്റി ബ്യൂട്ടിയുടെ ഷെയ്ഡാണ്. റിഹാന ഫേമസ് ആക്കിയ ഒരു ഷെയ്ഡാണ്. ആൻഡ് റിഹാന ഈസ് മൈ ലൈക്ക് ഒരു ഫേവറേറ്റ് പേഴ്സണാലിറ്റി. ഓക്കേ, ഫൈൻ. പിന്നെ ഫൈനലി ഷാർലറ്റ് ടെലിബ്രിയുടെ ഫിക്സ്. ഓക്കേ. ഫിക്സ്. അതാണ് ഫൈനൽ സ്റ്റേജ്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഉണ്ണിയുടെ മേക്കപ്പ് ബോക്സിൽ ഉള്ള ഒരു നോർമൽ ടൈമിലുള്ള പ്രോഡക്ട്സ് ആണ്. ഇനി വർക്കിന് പോകുമ്പോൾ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യും. ഓക്കെ. ഇതിപ്പോ ഞാൻ കുറച്ച് മാത്രം എടുത്തുള്ളൂ ഇങ്ങോട്ട്. അപ്പം നോർമലി ഇതൊക്കെയാണ്. എല്ലാം അടിപൊളി ബ്രാൻഡ്സ് ആണ്. ഇതിൽ ഇപ്പൊ ഏറ്റവും എക്സ്പെൻസീവ് ആയ പ്രൊഡക്റ്റ് ഏതായിരിക്കും? ഇതിലിപ്പോ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിയോർ തന്നെയാണ്. ഏകദേശം എത്ര വരും? ഡിയോറിന് എനിക്ക് തോന്നുന്നു ഒരു ഫൗണ്ടേഷന് ഒരു 5,000 to 6,000 വരും. ഓക്കെ. ഡിയോർ ആണ് നിലവിലുള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ്. ആൻഡ് ഓൾസോ ഫേവറേറ്റ് ബ്രാൻഡ് ഓഫ് യുവേഴ്സ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗ് സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഉണ്ണിയുടെ മേക്കപ്പ് ബാഗിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ബ്രാൻഡ്, ഏത് പ്രൊഡക്റ്റാണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ വാങ്ങാൻ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത്, ഇതിൽ ഏത് ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ജസ്റ്റ് അറിയാലോ ഏത് ബ്രാൻഡിൻ്റെ കൂടുതൽ ഫാൻസ് ഉള്ളതെന്ന്. അപ്പോൾ ഉണ്ണി, താങ്ക് യു സോ മച്ച് നമ്മുടെ മേക്കപ്പ് ബാഗൊക്കെ കാണിച്ചതിന്. എന്തായാലും അടിപൊളി പ്രൊഡക്ട്സ് ആണ്. ഓക്കെ. അപ്പം ഉണ്ണി PS എന്താ PS എന്താ? വീട്ടുപേരാ പണിക്കംപറമ്പിൽ സലി. വീട്ടുപേര് അച്ഛൻ്റെ പേരും കൂടി ചേർത്ത്.
ശരി, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമ്മൾ കുറെ സംസാരിച്ചു, നേരത്തെ പറഞ്ഞ പോലെ കാണുമ്പോൾ ഭയങ്കര ചാടയാന്ന് തോന്നും, പക്ഷേ അല്ലല്ല ചാടയോ ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പം നയൻതാരയും എല്ലാവരെയൊക്കെ അങ്ങനെ മേക്കപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് പാറി പറഞ്ഞ് നടക്കുക. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. താങ്ക് യു. ഓക്കെ.